ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര രണ്ടും കൽപ്പിച്ച് രഞ്ജിതയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. രഞ്ജിതയെ കാണണം, രഞ്ജിതയെ കണ്ട് രഞ്ജിതയുമായി സംസാരിക്കണമെന്ന് അനിരുദ്ധിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാനും അമ്മയ്ക്കൊപ്പം വരാമെന്നും പറഞ്ഞു മകൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കൂടെ ആരും വരണ്ട എന്നും പറഞ്ഞ് സുമിത്ര തനിച്ചു പോയി കാര്യം നേടാൻ തനിക്കറിയാം എന്നുള്ളതും പറഞ്ഞു പോണു. അവിടെ ചെന്നു രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിതയെ കണ്ടു. അതുപോലെ തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയം സുമിത്രയെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഈ രഞ്ജിത. നിന്റെ ജീവിതത്തിൽ നീ എല്ലാം അവസാന നിമിഷം തട്ടിത്തപ്പിച്ചെടുക്കും, പക്ഷേ ഇത്തവണ നിനക്ക് തെറ്റിപ്പോയി സുമിത്രേ. ഇത്തവണ നിനക്ക് ഒന്നും തിരികെ പിടിക്കാനായിട്ടുള്ള അവസരം ഞാൻ തരില്ല. അതുപോലെ നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ പോവുകയാണെന്നും അതുപോലെ നീ ഇനി വെറുതെ പണിയെടുക്കേണ്ട കാര്യമില്ല, ഇനി നിനക്ക് നഷ്ടങ്ങളുടെ കാലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയെ ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് രഞ്ജിത. ഒരു പരിധിയിൽ കൂടുതൽ സുമിത്രയെ വേദനിപ്പിച്ചു സംസാരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ സുമിത്ര തോറ്റുപോകാൻ വന്നതല്ല എന്നുള്ളത് ഈ രഞ്ജിത. അങ്ങനെ രഞ്ജിത സുമിത്ര തകർന്നു പോകും എന്ന് വിചാരിച്ചിങ്ങനെ സംസാരിക്കുക. പക്ഷെ നമ്മുടെ സുമിത്ര രഞ്ജിത പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായും ഇതായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്ര പ്രതികരിക്കാതെ വന്നപ്പോൾ എന്താ സുമിത്ര നിന്റെ നാവിറങ്ങിപ്പോയോ എന്ന് രഞ്ജിത ചോദിക്കുക. എൻ്റെ നാവിറങ്ങിപ്പോയിട്ടല്ല, മറിച്ച് നിന്റെ ആത്മവിശ്വാസം നിറഞ്ഞ ഈ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കേട്ടുകൊണ്ട് നിന്നത് എന്ന് പറയാം. അങ്ങനെ സുമിത്രയും രഞ്ജിതയും കൂടെ ചേർന്ന് ഇക്കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ വരുന്നു നമ്മുടെ പൂജയും അതുപോലെ തന്നെ പങ്കജും. അവർ രണ്ടുപേരും കൂടി ഓഫീസിലിരുന്ന് സംസാരിച്ച് അപ്പുവേട്ടനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇറക്കിയായിരുന്നല്ലോ. അങ്ങനെയെല്ലാം സംസാരിച്ചതിന് ശേഷം ദേ അപ്പൂരെ കുറിച്ചുള്ള കുറെ കുറ്റങ്ങൾ നമ്മുടെ പങ്കജും പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് പൂജ എന്നിട്ട് ദേ പങ്കജിന്റെ കൂടെ ആൻറ്റിയെ കാണാനായിട്ട് വീട്ടിലോട്ട് പോകും. അപ്പോൾ പങ്കജ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളെല്ലാം സുമിത്രാൻ്റെ നിന്നോട് പറഞ്ഞതല്ലേ, നീ തന്നെ ഇത് മമ്മിയോട് പറയണം, നീ അത് പറയുമ്പോൾ മമ്മിക്ക് സങ്കടമാകും, എന്നാലും സാരമില്ല അത് പറയണം, പറയാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ പൂജയും വിളിച്ചുകൊണ്ടാണ് പങ്കജ് പോകുന്നത്. ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുന്നത് രഞ്ജിതയുടെ വീട്ടിൽ. അപ്പോൾ രഞ്ജിതയുടെ വീട്ടിൽ ചെന്ന് രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ സുമിത്രയും രഞ്ജിതയും വീണ്ടും വീണ്ടും സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, എൻ്റെ മകനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് നിനക്കെന്നല്ല ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം സുമിത്ര സത്യത്തിന് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. സുമിത്രയുടെ ജീവിതത്തിൽ സുമിത്ര സത്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് യാതൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ സുമിത്ര ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിത വീണ്ടും വീണ്ടും ഇങ്ങനെ കളിയാക്കി പറയുക ഓരോന്ന്. അപ്പോൾ കാണാം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നോട് തർക്കിക്കേണ്ട കാര്യമില്ലെന്നും നിന്നോട് അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയുക, എൻ്റെ മക്കളെ മുൻനിർത്തി എന്നെ തകർക്കാമെന്നുള്ള എന്തെങ്കിലും വ്യാമോഹം നിനക്കുണ്ടെങ്കിൽ അത് നീ അങ്ങ് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു. അത് വെച്ച ഒരു രീതിയിലും നിന്റെ ഒരു ചതിപ്രയോഗങ്ങളും എൻ്റെയോ എൻ്റെ കുഞ്ഞുങ്ങളുടെ അരികിലോ നടക്കില്ല. എൻ്റെ മകനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കാമെന്ന് നീ വിചാരിക്കാൻ വേണ്ട എന്നും പറഞ്ഞു സുമിത്ര ഇങ്ങനെ പറയാം. അപ്പോൾ സുമിത്ര ഇതും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കാണാം എന്നുള്ള ഒരു ഇതിൽ രഞ്ജിത ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇതും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പൂജയും പങ്കജും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു വണ്ടിയിൽ ഒരുമിച്ച് വന്ന് ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏതായാലും രഞ്ജിത ഇത് ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പങ്കജം ഇവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ സുമിത്ര ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അമ്മയും മോളും രഞ്ജിതയുടെ വീട്ടിൽ വെച്ച് കാണുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൂജയെ കാണുമ്പോൾ സുമിത്രയ്ക്ക് സ്വാഭാവികമായിട്ടും പൂജയോട് ദേഷ്യം വരുമെന്നുള്ള കാര്യം പറയാതെ തന്നെ രഞ്ജിതയ്ക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ രഞ്ജിത അതങ്ങ് കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ മോളെ പൂജ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്താ ഇവിടെ എന്ന് പൂജ ചോദിക്കാം. ഞാൻ വന്നത് എന്തിനേലും ആവട്ടെ, നീ ഇപ്പോൾ എന്നും രഞ്ജിതയെ കണ്ടിട്ടാണോ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഓഫീസിൽ വെച്ച് പങ്കജിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അമ്മയെന്ന് പറഞ്ഞു. ഏതായാലും നന്നായി മോളെ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിതയുടെ വീട്ടിൽ ചെന്ന് ആ കാഴ്ച കണ്ട് മനസ്സ് നുറുങ്ങുന്ന വേദനയോടെ സുമിത്ര ആ കാഴ്ച കാണുക. ആ കാഴ്ച കണ്ട് നമ്മുടെ സുമിത്ര ഞെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് രഞ്ജിത നമ്മുടെ സുമിത്രയുടെ മുന്നിൽ വെച്ച് പൂജയോട് ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ സുമിത്രയ്ക്ക് അറിയാം ഇവൾ എവിടം വരെ പോകും, ഇവൾ എന്തിനാണ് കളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പൂജ ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ രഞ്ജിതാൻ്റിക്ക് ഇപ്പം അമ്മയോട് ഒരു പിണക്കോ ഇല്ലാന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പം രഞ്ജിതാൻ്റിയെ നീ വിശ്വസിച്ചാൽ മതി, എന്നെ വിശ്വസിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് അങ്ങ് പോയി. നിനക്കിപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വരാം എന്നുള്ള രീതിയിൽ. അപ്പോൾ പൂജയാണെന്നുണ്ടെങ്കിൽ പോകാൻ കൂട്ടാക്കിയതുമില്ല. എന്തായാലും നമ്മുടെ സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പം പൂജ നമ്മുടെ രഞ്ജിതാൻ്റിയുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ സുമിത്ര വീണ്ടും എന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് വന്നത്, എന്നെ കുറേ വെല്ലുവിളിച്ചു, ഞാൻ സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് അവൾക്ക് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല, അവളൊന്നും മൈൻഡ് പോലും ആക്കുന്നില്ല,
അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ നുണയൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് പിടിപ്പിച്ചു. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആൻറ്റിയോട് ക്ഷമ ചോദിക്കുകയാണ്. അമ്മയുടെ ഉള്ളിൽ ആ ഒരു വിഷമം കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആൻറ്റി അതൊന്നും മനസ്സിൽ വെക്കരുത്, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രതീഷ് നേരെ ശ്രീനിലയത്തിലേക്ക് ചെല്ലുക. ശ്രീനിലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുമിത്ര അവിടെ ഇല്ല. അപ്പോൾ അനിരുദ്ധും അനന്യേ ഉള്ളൂ. അവരോട് രണ്ടുപേരോടുമായിട്ട് നമ്മുടെ സ്വരമോളുടെ കാര്യങ്ങളെ പറ്റി പ്രതീഷ് പറയുവാണ്. ഞാൻ എൻ്റെ മോളെ നിങ്ങൾക്ക് തന്നതല്ല, നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. പക്ഷേ നിങ്ങളത് മാക്സിമം മുതലെടുത്തു, എൻ്റെ കുഞ്ഞിനെ എൻ്റെ ശത്രുവാക്കി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനായിട്ട് ഒന്നും ചെയ്യാൻ നിങ്ങൾ വരുത്തരുത്. നിങ്ങളായിട്ട് തന്നെ സ്വരമോളോട് ഞാൻ ആരാണെന്നും സ്വരമോൾ എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ മകളായത് ഇതെല്ലാം നിങ്ങൾ തന്നെ പറയണമെന്നും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു നൽകണമെന്നും പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനിരുദ്ധും അനന്യ ഒന്നും ഞെട്ടി കേട്ടോ. അപ്പോൾ അനിരുദ്ധ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുവാണ്. അപ്പോൾ അനന്യയ്ക്കാണെങ്കിൽ ടെൻഷനും കയറി. ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും വരുന്നില്ല, പക്ഷേ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് നിങ്ങളായിട്ട് തന്നെ തിരിച്ചു തന്നേ പറ്റൂ എന്ന് തന്നെ നമ്മുടെ അനിരുദ്ധിനോടും അനന്യയോടും പറയുവാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഒരു കാര്യത്തിൽ അവർക്ക് ആശ്വാസമായി. പ്രതീക്ഷ വന്ന് കയറിയ സമയത്ത് സുമിത്രയും വേണ്ടപ്പെട്ടവരൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് സത്യങ്ങൾ ആരും അങ്ങനെ അറിഞ്ഞില്ല. ഇവരോടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പുതിയ ഡിമാൻഡും വെച്ചിട്ട് നമ്മുടെ പ്രതീക്ഷ പടിയിറങ്ങിപ്പോയി. പ്രതീക്ഷ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ കയറി വരികയും ചെയ്തു. സുമിത്രയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക. ഈ നേരം കണ്ട് നമ്മുടെ അനിരുദ്ധും അനന്യയും റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ ഒന്ന് കൺവിൻസ് ചെയ്യിച്ച് കൊച്ചിനോട് പറയണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ള കാര്യം അനിരുദ്ധ് പറയുക. അവന് മേലും കീഴും നോക്കേണ്ട കാര്യമില്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ല, അവൻ തന്ന താക്കീത് അത് നിനക്ക് മനസ്സിലായില്ലേ അനന്യ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അനിരുദ്ധ് പറയുന്നു. അപ്പോൾ ഒരെത്തും പിടിയും ഒരവസ്ഥയിൽ ഇങ്ങനെ നമ്മുടെ അനന്യ അവിടെ ഇരിക്കുക കേട്ടോ. അനന്യയ്ക്ക് ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. എന്തായാലും സ്വരമോള് കൈവിട്ട് പോകുമെന്നുള്ള കാര്യം നന്നായിട്ട് തന്നെ അനിരുദ്ധിനും അനന്യയ്ക്കും മനസ്സിലായി. പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ കയറി വരികയും ഇവരോട് അവകാശം ചോദിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോഴേക്കും ഇവർക്കാകെ ടെൻഷനായി, ഇവർക്കാകെ വെപ്രാളം കയറി. എന്താണ് ഇനിയിപ്പം മുന്നോട്ടൊരു പോംവഴി എന്ന് ആലോചിച്ച് ഇവർ സമാധാനം നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് സച്ചിൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ശീതള ഫുഡ് ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചു. വന്ന് കയറിയപ്പോൾ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഫുഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത് സച്ചിന് ഇഷ്ടമല്ലാത്ത ഭക്ഷണം. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താ ഇത് ശീതൾ, എനിക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം എന്തിനാ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിൻ ഇങ്ങനെ. അപ്പോൾ എന്തായാലും സരസ്വതിയമ്മ വന്നിട്ട് പറഞ്ഞു, അതെ എല്ലാ ദിവസവും നിന്റെ ഇഷ്ടങ്ങൾ മാത്രമല്ല ഇവിടെ നടക്കുന്നത്, എല്ലാ ദിവസവും നിന്റെ ഇഷ്ടങ്ങൾക്കുള്ളതല്ല ഇവിടെ ഉണ്ടാക്കി തരുന്നത്. ഇന്നൊരു ദിവസം നീ ഇത് കഴിക്കുക, ഇന്നൊരു ദിവസം ഞങ്ങൾക്കൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഇവൻ എന്നാ ചെയ്തു, ആ കയ്യിലുണ്ടായിരുന്ന പാത്രം, അതായത് ഭക്ഷണം വിളമ്പി വെച്ചിരുന്ന പാത്രം എടുത്ത് നിലത്തേക്ക് എറിഞ്ഞ് അങ്ങ് ഒട്ടച്ചു. അങ്ങനെ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഉള്ളിൽ ആ ഒരു വൈകാരികത ഇവർക്ക് മുന്നിൽ കാണിക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശീതളും ഞെട്ടി, സരസ്വതിയമ്മയും ഞെട്ടി. എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വെച്ച് വിളമ്പി തരാനാണ് നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ അനുസരിക്കാനല്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചിൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് സീനുണ്ടാക്കും. ഇതൊക്കെ കണ്ട് സരസ്വതിയമ്മ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ശീതൾ സച്ചിനെ ഇതാക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് സോറി സച്ചിൻ ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം സച്ചിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഒരു സെറ്റാക്കി നിർത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.